അപ്പൊ ശാസ്ത്രം ഏതാണ്? ചീരയുടെ ശാസ്ത്രം വേണോ, ഗുളികയുടെ ശാസ്ത്രമാണോ ശാസ്ത്രം? ശരിയായ ശാസ്ത്രം ഏതാണ്? ദോഷഫലങ്ങൾ കൂടുതലുള്ളത്, ചെലവ് കൂടിയത്, അത് നിവൃത്തിയില്ല എങ്കിൽ, ഗത്യന്തരമില്ല എങ്കിൽ പിന്നത്തേക്ക് വെച്ച് ഒരപകടവും ചെയ്യാത്തത് ഗുണം കൂടുതലുള്ളതിലേക്ക് പോകുന്നതല്ലേ ശാസ്ത്രീയ സമീപനം. ഇനി ഞാൻ 2-3 കാര്യം കൂടെ ഈ ശാസ്ത്രത്തെക്കുറിച്ച് പറയാം. നിങ്ങൾ പ്രമേഹ രോഗവുമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ നിങ്ങൾക്ക് ഗ്ലൈസിഫേജ്, ഗ്ലൈനേസ്, ജാനുമെറ്റ്, പിന്നെ മെറ്റ്ഫോർമിൻ തുടങ്ങി ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാൻ ഇടയുള്ള കുറെ ഗുളികകൾ തരുന്നു. ഭാവിയിൽ ക്യാൻസർ ഉണ്ടാക്കാൻ ഇടയുള്ള ഗുളികകൾ തരുന്നു. നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നു, നിങ്ങളുടെ ഷുഗർ കുറയുന്നു. 210 ഉണ്ടായത് 110 കുറയുന്നു. അത്ഭുതമാണ്, ശാസ്ത്രീയമായി കണ്ടുപിടിച്ച ഗുളികയാണ്. നിങ്ങളത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. 4-5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ BP കൂടി. ഡോക്ടർമാർ കണ്ടുപിടിച്ചു, BP-ക്കുള്ള മരുന്നും കൂടെ കിട്ടി. അത് കഴിച്ച ഉടനെ BP നോർമലായി, ആശ്വാസം. 2 ഗുളികയും കഴിച്ചു പോകും. 5 കൊല്ലം കൂടെ കഴിയുമ്പോൾ നിങ്ങളുടെ കിതപ്പ് വരുന്നു, ഹാർട്ടിനൊരു തകരാറ് കണ്ടുപിടിച്ചു, അതിൻ്റെ മരുന്നും കൂടെ കിട്ടും. 5 കൊല്ലം കൂടെ 3 മരുന്നും കൂടെ കഴിച്ചാൽ 15ാമത്തെ കൊല്ലം ഡോക്ടർ പറയും, കാലിൽ നീരുണ്ടല്ലോ. നമ്മൾ ആ മരുന്നുകളൊക്കെ കഴിക്കുന്നതല്ലേ, കിഡ്നി ഫംഗ്ഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ക്രിയാറ്റിൻ കൂടി, GFR കുറഞ്ഞു, യൂറിക് ആസിഡ്, യൂറിയ കൂടി. നിങ്ങൾക്ക് കിഡ്നി രോഗത്തിൻ്റെ മരുന്ന് കൂടെ കിട്ടും. പിന്നെ വലിയ താമസമില്ലാതെ സ്പിരിറ്റ് മുക്കി തുടച്ച് ഭദ്രമായി മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് പാക്ക് ചെയ്ത് കയ്യിൽ തരും, ബന്ധുക്കൾക്ക് കൊടുക്കും. ഇങ്ങനെയല്ലേ നമ്മുടെ കാരണന്മാർ മുഴുവൻ ചത്തൊടുങ്ങുന്നത്. നമ്മുടെ തലമുറ, മുതിർന്ന തലമുറ മുഴുവൻ ചത്തൊടുങ്ങുന്നത് ഈ വഴിയിലൂടെ അല്ലേ? നിങ്ങളെയും കാത്തിരിക്കുന്നത് ഈ വഴി തന്നെയല്ലേ? പ്രമേഹ രോഗിക്ക് ഷുഗർ കുറയാൻ മരുന്ന് കൊടുക്കുന്നതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് പറഞ്ഞു തരാമോ? എന്താണ് അതിൻ്റെ ശാസ്ത്രം? അല്ല, ഷുഗർ കൂടി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പം വരില്ലേ, അതുകൊണ്ട് ഷുഗർ കുറയ്ക്കണം. കുറയ്ക്കണം. അതുകൊണ്ടുള്ള മെച്ചം ഡോക്ടർക്കും മരുന്ന് കമ്പനിക്കും മാത്രമാണ്, രോഗിക്ക് ഗതികേടാണ്. ഈ ഷുഗർ കൂടാൻ എന്ത് കാരണമെന്ന് അന്വേഷിക്കണ്ടേ? പഠിച്ച വിഡ്ഢികളെ, എന്തുകൊണ്ട് എൻ്റെ ഷുഗർ കൂടി? അത് പാൻക്രിയാസ് ശരിക്ക് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് പാൻക്രിയാസ് ശരിക്ക് പ്രവർത്തിക്കാതെയായി? ചികിത്സ വേണ്ടത് എവിടെയാണ്? പാൻക്രിയാസ് ശരിക്ക് പ്രവർത്തിക്കാതെയായതിനാണോ ചികിത്സ വേണ്ടത്, ചികിത്സിച്ച് നേരെയാക്കേണ്ടത്? അതോ പാൻക്രിയാസ് മോശമാകുന്ന ഒരു സാഹചര്യത്തിൽ പാൻക്രിയാസ് മോശമായി അതേ തുടർന്ന് ഇൻസുലിൻ വേണ്ടത്ര വരാതിരിക്കുകയും കഴിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവൻ രക്തത്തിൽ കെട്ടിക്കിടന്ന് കൂടുകയും ചെയ്യുമ്പോൾ അത് കുറയ്ക്കുക കുറയ്ക്കുക കുറയ്ക്കുക, ഈ കലാപരിപാടി മതിയോ? ഏതാണ് ശാസ്ത്രീയ സമീപനം? ഞങ്ങളുടെ അടുത്തൊരു പ്രമേഹ രോഗി വന്നാൽ അയാളെ ഞങ്ങൾ പഠിക്കും. എന്ത് കാരണം കൊണ്ടാണ് ഇയാൾക്ക് പ്രമേഹം വന്നത്? ഇയാളുടെ പാൻക്രിയാസ് കംപ്ലീറ്റ് ഡെഡായോ? കംപ്ലീറ്റ് ഡെഡായെങ്കിൽ ശാസ്ത്രത്തിൻ്റെ നേട്ടമുണ്ട്, ഇൻസുലിൻ ഒക്കെ കൊത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. അതല്ല, ക്വാളിറ്റിയുള്ള ഇൻസുലിൻ നിങ്ങളുടെ പാൻക്രിയാസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ ചെല്ലേണ്ട മജ്ജ മാംസാദികൾ ദുഷിച്ചത് കൊണ്ടാണോ? അതെന്തുകൊണ്ടാണ് ദുഷിച്ചത്? കാലത്തുണ്ടാക്കിയ ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും പിറ്റേ ദിവസവും ഹോം മോർച്ചറിയിൽ വെച്ച് 2ാം വാരം 3ാം വാരം ആഘോഷിക്കുകയാണോ? അതൊക്കെ മാറ്റണം. കാരണങ്ങളെയാണ് ഞങ്ങൾ ചികിത്സിക്കുന്നത്, രോഗത്തെ അല്ല ഞങ്ങൾ ചികിത്സിക്കുന്നത്. രോഗത്തെ വെറുതെ വിട്. രോഗത്തെ ചികിത്സിച്ചാൽ രോഗി നശിക്കും, ഡോക്ടർ നന്നാകും. ഞങ്ങൾ ചികിത്സിക്കുന്നത് രോഗങ്ങളുടെ കാരണത്തെയാണ്. ആ കാരണത്തെ ചികിത്സിച്ചാൽ ഡോക്ടർ നശിക്കും, രോഗി രക്ഷപ്പെടും. ഏതാണ് ശാസ്ത്രീയം? ശാസ്ത്രീയ സമീപനം ഏതാണ്? രോഗത്തെ കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടികൾ, ലേസർ രശ്മികൾ, സ്കാനിങ്ങുകൾ. ആ സ്കാനിങ് കൊണ്ട് ക്യാൻസർ വരും കേട്ടോ. CT സ്കാനിങ് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. 1000 CT സ്കാൻ ചെയ്യുമ്പോൾ 2 പേർക്ക് ഉടനടി ക്യാൻസർ. ബാക്കിയുള്ളവർക്ക് എത്ര ഉണ്ടെന്നുള്ളത് പഠന റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല, കാണുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇങ്ങനെ രോഗത്തെക്കാൾ മാരകമായ ടെസ്റ്റുകൾ നടത്തി എത്ര പേരുടെ കണ്ണ് പോയിട്ടുണ്ട്, കിഡ്നി പോയിട്ടുണ്ട്,
ഡൈ കയറ്റിയിട്ട്, സ്കാനിങ്ങിന് വേണ്ടിയുള്ള ഡൈ കയറ്റി കണ്ണു പോയവരെ, കിഡ്നി പോയവരെ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. രോഗത്തെ കണ്ടുപിടിക്കാൻ എന്തൊരു ചെലവ് ചെയ്തിട്ടാണ് ആളുകളെല്ലാം ടെസ്റ്റിന് ഓടുകയാണ്. കാലത്ത് എഴുന്നേക്കുമ്പോൾ ഇരുന്ന് തല തുടങ്ങിയിട്ട് കണ്ണും എല്ലാം ഒന്ന് തടകി നോക്കിയാൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയും എവിടെയാണ് കുഴപ്പമുള്ളത്. എവിടെയെങ്കിലും നീർക്കെട്ടുണ്ടെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കരുത് കേട്ടോ, ഒരു രോഗവും പിന്നെ വരില്ല. എവിടെയെങ്കിലും ഒരു അണീസിനെസ് ഉണ്ടെങ്കിൽ എന്തോ കുഴപ്പം ശരീരത്തിന് വരുന്നുണ്ട്, ഇൻഫ്ലമേഷൻ വരുന്നുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അന്ന് ഭക്ഷണം കഴിക്കരുത്. ഈ ലളിത നിയമമൊക്കെ പാലിച്ചു പോയാൽ വൻ രോഗങ്ങളില്ലാണ്ട് രക്ഷപ്പെടാം. അപ്പൊ അലോപ്പതിയാണ് ശാസ്ത്രീയമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കച്ചവട ശാസ്ത്രമാണ്. കച്ചവടക്കാര് നിങ്ങളുടെ രോഗം കൊണ്ട് വരുമാനമുണ്ടാക്കാൻ, രോഗത്തെ ലാഭമാക്കാൻ, സർജറികൾ വിറ്റ് ലാഭമുണ്ടാക്കാൻ ചെയ്യുന്ന ഒരു ആധുനിക വ്യവസായമാണ് ചികിത്സ. ശരിയായ ചികിത്സ നിങ്ങളുടെ പ്രാണൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞു എന്ന് വെക്കുക, ഒടിയാതിരിക്കട്ടെ. നിങ്ങളുടെ കയ്യോ കാലോ ഒടിഞ്ഞാൽ എന്താണ് ശാസ്ത്രീയ ചികിത്സ? എക്സ്റേ എടുക്കുക, കൃത്യമായിട്ട്. നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ഗതി നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നാൽ അറ്റ കൈക്ക് നമുക്ക് പല സാങ്കേതിക വിദ്യയുടെ ഉന്നമനവും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കാൻ ഇടയാകുന്നതാണ്. കഴിയുന്നതും ചെയ്യാതിരിക്കുക, നിവൃത്തിയില്ലെങ്കിൽ പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ഒടിഞ്ഞതവിടെ. നമ്മുടെ പരമ്പരാഗത വൈദ്യന്മാർ ഇപ്പോഴും ഗോവിന്ദാപുരം ഭാഗങ്ങളിൽ കുടിലുകൾക്ക് മുമ്പിൽ കുറച്ച് വൈദ്യന്മാരിരിപ്പുണ്ട്. അവരുടെ അടുത്ത് പ്ലാസ്റ്ററുകൾ വെട്ടിയത് ഒരു കൂമ്പാരം പോലെ ഇട്ടേക്കുകയാണ്. 3 പ്രാവശ്യം കാലൊടിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി ഇട്ട് ചേർന്ന് ദുരിതം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശരിയായിട്ടില്ല. ഒന്നുകൂടെ ഒടിച്ചിട്ട് ഡോക്ടർ വീണ്ടും, അതും ശരിയായില്ല. 3ാമത് ഒടിച്ച് പ്ലാസ്റ്റർ കൂട്ടിയ ആളുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. അയാൾ ഗോവിന്ദാപുരത്ത് പോയി. അവരിതൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് കുറച്ച് എണ്ണയും പുരട്ടി വടി വെച്ച് കെട്ടി സുഖമാക്കി. പരമ്പരാഗത ചികിത്സകന് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കുറ്റിയേറ്റ് പോയിട്ടില്ല. പക്ഷെ നിങ്ങൾ പോകുന്നത് ആശുപത്രിയിലായിരിക്കും. പ്ലാസ്റ്റർ ഇടും, ഇഞ്ചക്ഷൻ കിട്ടും, കാൽഷ്യം ഗുളിക കിട്ടും. പ്രകൃതിയിലാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു ഹിലാലുണ്ട്. ഹിലാല് പ്രകൃതി കൃഷിയൊക്കെ ആയിട്ട് കേരളത്തിൽ ഓടി നടക്കുന്ന ഒരാളാണ്. ഒരു ആക്സിഡൻറ്റിൽ കാല് വട്ടം ഒടിഞ്ഞു, ഉപ്പൂറ്റിയുടെ അവിടെ നിന്നൊരു കഷണം പോയി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ആളുകളെല്ലാം കൂടി പൊക്കി കൊണ്ടുവന്നു. അപ്പോൾ ഹിലാല് പറഞ്ഞു എനിക്കൊന്ന് പ്ലാസ്റ്റർ ഇട്ട് തന്നാൽ മതി. എന്നിട്ട് താൻ എന്ത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ടെറ്റനസ് ഇഞ്ചക്ഷന് വന്നു കഴിഞ്ഞപ്പോൾ TT വേണ്ടാന്ന് പറഞ്ഞു. ഭൂകമ്പമായി. എന്താണ് TT വേണ്ടാന്ന് പറഞ്ഞു? അപ്പോൾ ഞാനിങ്ങനെ പ്രകൃതി ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് നിങ്ങൾ പ്ലാസ്റ്റർ ഇട്ട് തന്നാൽ മതി, അതിനുവേണ്ടി ഞാൻ പ്രകൃതി. ഡോക്ടർമാർക്ക് ദേഷ്യം വന്നു. എന്നാൽ താൻ പോയിട്ടേ പ്ലാസ്റ്ററും കൂടെ തൻ്റെ പ്രകൃതിക്കാരെ കൊണ്ടിരിക്കും. ഹിലാലും വാശിയിൽ കുറവൊന്നുമല്ല. ആ അവസ്ഥയിൽ ആംബുലൻസിൽ നേരെ കോട്ടയത്തുള്ള ഒരു ഗുരുക്കളുടെ അടുത്ത്, ഉണ്ണികൃഷ്ണൻ ഗുരുക്കൾ, ഞാൻ അവിടെ പോയി കണ്ടു. ഉപവാസമാണ്. 13 ദിവസം പച്ചവെള്ളം മാത്രം കഴിച്ച് ഉപവാസം, പിന്നെ പഴങ്ങൾ മാത്രം. 1.5 മാസം കൊണ്ട് ഈ കാല് കുത്തി. ഈ ഉപ്പൂറ്റിയുടെ അവിടെ നിന്നൊരു കഷണം പോയത് അഞ്ഞു വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ കഷണവും വന്നു. എല്ല് തന്നെ ഞാൻ ഒരു ദിവസം ഹിലാലിനെ ഇവിടെ കൊണ്ടുവരാം. എവിടെ നിന്ന് കാൽഷ്യം എടുക്കണം? ഈ ശരീരത്തിൽ എവിടെയാണ് കാൽഷ്യം കൂടുതലുള്ളത്? തലയോട്ടിയിലാണോ, കാൽമുട്ടിലാണോ, അരക്കെട്ടിലാണോ? അപ്പൊ എടുക്കേണ്ട സ്ഥലം തീരുമാനിക്കും. ശരി, കാൽമുട്ടിലാണ് കൂടുതൽ ഈ ശരീരത്തിലുള്ളത്, അവിടെ നിന്നെടുത്ത് വെൽഡ് ചെയ്യാം. അപ്പൊ കാൽമുട്ടിൽ നിന്ന് എടുക്കണമെന്ന് നമ്മുടെ ആന്തരിക സംവിധാനം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കാൽമുട്ടിലെ കാൽഷ്യം ആരങ്ങോട്ട് കൊണ്ടുപോകും? ഓട്ടോ വിളിക്കണ്ടേ? പെട്ടി വണ്ടി വിളിക്കണ്ടേ? ട്രാൻസ്പോർട്ടിങ് സിസ്റ്റം വേണ്ടേ? ബ്ലഡിലേക്ക് ഇവിടെ നിന്ന് കൂടുതൽ കാൽഷ്യം ഇട്ട് കൊടുക്കണ്ടേ? എല്ലാ സംവിധാനങ്ങളും ശരീരത്തിലുണ്ട്. അവിടെ കൊണ്ടുപോയി വെച്ച് എൻ്റെ ഏറെ ചെറുപ്പത്തിൽ എൻ്റെ ഈ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ മടങ്ങി, ഇവിടെ നിന്നും മടങ്ങിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരീരം തന്നെ കൂട്ടി. അന്ന് കുത്തിവയ്പ്പിന് പോയിരുന്നു. 10 പൈസ കിട്ടും ഒരു കുത്തിവയ്പ്പ് പോയി എടുത്താൽ. 10 പൈസയ്ക്ക് 2 ഉണ്ടംപൊരി ഒരു ചായയും കിട്ടും. അതുകൊണ്ട് കുത്തിവയ്ക്കാൻ പോകാനായിട്ട് സമ്മതിച്ചതാ. ഈ അസ്ഥി കൂടല്
പ്രകൃതിയിൽ സ്ഥിരം സംഭവിക്കുന്നതാണ്. അത് മരുന്നിൻ്റെ പ്രോപ്പർട്ടി അല്ല, മെച്ചമല്ല, അത് ജീവൻ്റെ ഭാഗമാണ്.